Hi dears, welcome back to Arcanix. It's me, GR. സോ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ +1 കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്. സോ നമുക്കറിയാം എല്ലാവരും നിങ്ങളുടെ ഫസ്റ്റ് 2 ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്തിരിക്കും. യൂണിറ്റ് ടൈം മെഷർമെന്റും അതേപോലെ മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറഞ്ഞ 2 ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അടിപൊളിയായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കുകയും. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ ഈ 2 ചാപ്റ്റേഴ്സിലെ ന്യൂമറിക്കൽസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 പോയിന്റ്സുമായിട്ട് രണ്ട് ആൾക്കാരും ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഓക്കെ, സോ അത് നിങ്ങൾക്ക് തന്നെ അറിയാവുന്ന ആളാണ്. ഒന്നാമത്തെ ആളെന്ന് വെച്ചാൽ നമ്മളെ യൂണിറ്റ് ആൻഡ് മെഷർമെന്റ് അല്ലെ, നമ്മളെ വെരി ഫസ്റ്റ് ചാപ്റ്റർ അല്ലെ, യൂണിറ്റ് ആൻഡ് മെഷർമെന്റ് എന്ന് പറഞ്ഞ ചാപ്റ്റർ അല്ലെ കുറച്ച് കാര്യങ്ങൾ അല്ലെ, ഈ ഡയമെൻഷണൽ ഇക്വേഷൻ കറക്റ്റ് ആണോ ചെക്ക് ചെയ്യാൻ, അതേപോലെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ അല്ലെ. സോ അത്തരത്തിൽ രീതിയിൽ നമ്മൾ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഒരു പ്രിൻസിപ്പിൾ നമ്മൾ പഠിച്ചു അല്ലെ, പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി. ഈ ഒരൊറ്റ ആൾ മതി മക്കളെ, ഈ ഒരൊറ്റ ആൾ മതി നമുക്ക് എന്ത് ചെയ്യാം, ഈ ചാപ്റ്ററിലെ ഫുൾ ന്യൂമറിക്കൽസ് നമുക്ക് എന്ത് ചെയ്യാം, സോൾവ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ഓക്കെ, എന്തും ആയിക്കോട്ടെ അല്ലെ, ഇക്വേഷൻ കറക്റ്റ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാനാണെങ്കിൽ എന്തും ആയിക്കോട്ടെ, ഈ ചാപ്റ്ററിൽ എന്ത് ചെയ്യാൻ നമുക്ക് എന്ത് മതി, ഈ ഒരൊറ്റ ആളെ മതി, പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി. അത്രയും പവർഫുൾ ആയിട്ടുള്ള ആളാണ് അല്ലെ. സോ എന്താണ് ഈ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി എന്ന് നോക്കിയാലോ അല്ലെ. ഫസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ് നമ്മുടെ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റിയുടെ ആ 2 ഫേസുകളാണ്. ഓക്കെ, 2 ഫേസിൽ 2 ഡെഫിനിഷൻ ആയിട്ട് അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും അല്ലെ. 2 ഡെഫിനിഷൻ ഉണ്ട് മക്കൾ ഇവിടെ അല്ലെ. ഏതൊക്കെ? ഫസ്റ്റ് ഡെഫിനിഷൻ നോക്കിയാൽ നിങ്ങൾ, an equation is dimensionally correct only when the dimensions of each term on both sides of the equation are equal. നിങ്ങൾ എല്ലാവരും പഠിച്ചു വെച്ചിട്ടുള്ള ഒരു ഡെഫിനിഷൻ ആയിരിക്കും ഇത് അല്ലെ. ഒരു ഇക്വേഷൻ കറക്റ്റ് ആകണമെങ്കിൽ ആ ഇക്വേഷന്റെ 2 സൈഡുകളിൽ നിങ്ങൾക്ക് അറിയാം ഏതൊക്കെയാ, ഒരു ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഉണ്ട്, റൈറ്റ് ഹാൻഡ് സൈഡ് ഉണ്ട് അല്ലെ. ഈ 2 സൈഡിലെയും എത്ര ടേം ഉണ്ടോ ആ ടേമുകളുടെ ഒക്കെ ഡയമെൻഷൻ എന്തായിരിക്കണം, സെയിം ആയിരിക്കണം അല്ലെ. ഈ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണ്ടാം. ഇത് വെച്ച് നമ്മൾ പ്രോബ്ലംസുകളൊക്കെ ചെയ്തിട്ടുണ്ട് അല്ലെ. ഇനി മറ്റൊരു ഫേസ് നോക്കി, ഇത് വെച്ച് കുറച്ച് ട്വിസ്റ്റി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അല്ലെ, നിങ്ങൾ കാട് കയറി ചിന്തിച്ചു പോകാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കാം. പക്ഷേ ചെയ്യേണ്ടത് വളരെ ഇത്ര മാത്രമേ, പക്ഷെ നിങ്ങൾ ചിന്തിക്കുമ്പോൾ എത്ര പോകണം, ഇത്ര ഉണ്ടാവും, ചിന്തിച്ച് തെറ്റിക്കും. ഇതാണ് എപ്പോഴും നടക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു ഡെഫിനേഷൻ വെച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ട്വിസ്റ്റി ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സിമ്പിൾ ആയിട്ട് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ ഫസ്റ്റ് ഡെഫിനേഷൻ നമ്മൾ വായിച്ചു അല്ലേ. സെക്കൻഡ് ഡെഫിനേഷൻ നോക്കി നിങ്ങൾ, യു ക്യാൻ ഓൺലി ആഡ്, സബ്ട്രാക്ട് ഓർ ഇക്വേറ്റ് ഫിസിക്കൽ ക്വാണ്ടിറ്റി ഇഫ് ദേ ഷെയർ ദ എക്സാക്ട് സെയിം ഡയമെൻഷൻ അല്ലെ. 2 ക്വാണ്ടിറ്റികൾ നമുക്ക് ആഡ് ചെയ്യാം, സബ്ട്രാക്ട് ചെയ്യാം, പക്ഷെ രണ്ടാൾക്കും എന്തായിരിക്കണം, എക്സാക്ട് സെയിം ഡയമെൻഷൻ ആയിരിക്കണം. ഒരേ ക്വാണ്ടിറ്റീസിനെ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആഡ് ചെയ്യാനോ സബ്ട്രാക്ട് ചെയ്യാനോ സാധിക്കുള്ളൂ അല്ലെ. 1 കിലോഗ്രാം പ്ലസ് 1 സെന്റിമീറ്റർ പോസിബിൾ ആണോ? 1 സെന്റിമീറ്റർ പ്ലസ് 2 സെക്കൻഡ് പോസിബിൾ ആണോ? അല്ല. പക്ഷെ 1 കിലോഗ്രാം പ്ലസ് 1 കിലോഗ്രാം നിങ്ങൾ സിമ്പിൾ ആയിട്ട് പറയും 2 കിലോഗ്രാം സാർ അല്ലെ. സോ അതേപോലെ നമുക്ക് എന്ത് ചെയ്യാം, ഒരേ ഡയമെൻഷൻ ചേരുന്ന ആൾക്കാരെ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആഡ് ചെയ്യാനോ സബ്ട്രാക്ട് ചെയ്യാനോ പറ്റുള്ളൂ. ഇതാണ് നമ്മൾ ആ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റിയുടെ ഒരു റിയൽ ഫേസ് എന്ന് പറഞ്ഞാൽ ഇതാണ് അല്ലെ. അത് എന്ത് ഡെഫിനിഷൻ വന്നാലും ഇതൊക്കെ വന്നു ചേരുന്നത്, ഇതിന്റെ റൂട്ടുകളൊക്കെ പോകുന്നത് എങ്ങോട്ടേക്കാണ്, ഈ ഒരു ഭാഗത്തേക്കാണ് അല്ലെ. എല്ലാവരും അല്ലെ, എന്ത് ക്വാണ്ടിറ്റീസും ആയിക്കോട്ടെ, ആഡ് ചെയ്യാനും സബ്ട്രാക്ട് ചെയ്യാനും നമുക്ക് എന്തിനേ പറ്റുള്ളൂ, സെയിം ഡയമെൻഷൻസ് ഷെയർ ചെയ്യുന്ന ആൾക്കാരെ മാത്രമേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. റെഡി അല്ലേ. സോ അത് വെച്ചിട്ട് നമുക്ക് 2 തരത്തിലുള്ള ന്യൂമറിക്കൽസ് അല്ലെ, 2 തരത്തിലുള്ള പ്രോബ്ലംസ് ഈ ചാപ്റ്ററിൽ നിന്ന് കാണാൻ പറ്റും അല്ലെ. അതിൽ ഒരു ടൈപ്പ് സാർ കാണിച്ചു തരുന്ന ഒരു ടൈപ്പ് നിങ്ങൾ ഇങ്ങനെ കാണുന്നുണ്ടാവും അല്ലെ. വാട്ട് ഇസ് ദ ഡയമെൻഷൻ ഓഫ് എ ബി ആൻഡ് സി? ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെ. ഇവിടെ ഒരു ഇക്വേഷൻ കൊടുത്തിട്ടല്ലേ, ഇവിടെ വെലോസിറ്റി വെലോസിറ്റി ആണ് പുള്ളിയാണ് കേട്ടോ. ഓക്കെ, വെലോസിറ്റി എന്താണ്, a t² + bt + c എന്ന് പറഞ്ഞ ഒരു ഇക്വേഷനിലേക്ക് ഇക്വേറ്റ് ചെയ്ത് വെക്കുന്നത് കാണാൻ പറ്റും അല്ലെ. ഈ ഇക്വേഷൻ നിങ്ങൾക്ക് ഗിവൺ ആയിരിക്കും. എന്നിട്ട് നിങ്ങളോട് പറയും എയും ബിയും സിയും ഡയമെൻഷൻ കണ്ടുപിടിക്കാൻ ചോദിക്കും അല്ലെ. അവിടെ നിങ്ങൾ എന്തെടുക്കും, പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി എടുക്കും. പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റിയുടെ ഫസ്റ്റ് ഡെഫിനേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. ഒരു ഇക്വേഷൻ കറക്റ്റ് ആകണമെങ്കിൽ, ഈ ഇക്വേഷൻ കറക്റ്റ് ആയതുകൊണ്ടാണ് നമുക്ക് തന്നത് അല്ലെ. അപ്പൊ ഈ ഇക്വേഷൻ കറക്റ്റ് ആണ് എങ്കിൽ ഈ ഇക്വേഷന്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡിലെയും ഓരോ ഡയമെൻഷൻസും സെയിം ആയിരിക്കണം. മക്കളെ പറഞ്ഞേ, നിങ്ങൾ ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഒരൊറ്റ ടേം അല്ലേ ഉള്ളൂ. ഏതാ ടേം? നമ്മുടെ വെലോസിറ്റി ആണ്. പക്ഷെ റൈറ്റ് ഹാൻഡ് സൈഡിൽ എത്ര ടേം ഉണ്ട്? 3 ടേമുകൾ ഉണ്ട് അല്ലെ. ഈ 3 ടേമിന്റെയും ഡയമെൻഷൻ എന്തിന് ഈക്വൽ ആയിരിക്കണം? ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ള ആൾക്ക് ഈക്വൽ ആയിരിക്കണം, എങ്കിലേ ഈ ഇക്വേഷൻ കറക്റ്റ് ആകുള്ളൂ. റെഡി അല്ലേ. അപ്പൊ അത് വെച്ച് നമ്മൾ മുന്നോട്ട് പോകാൻ പോകുന്നത്, ആദ്യം നമ്മൾ എടുക്കാൻ പോകുന്നത് എന്താണ്, ഈ വെലോസിറ്റിയുടെ ഡയമെൻഷൻ നമ്മൾ ആദ്യം എടുക്കും. എയുടെ ഡയമെൻഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി ഈ ഒരൊറ്റ ടേമിന് മാത്രം എടുക്കും. ഈ വെലോസിറ്റി ഡയമെൻഷൻ എന്തിന് ഈക്വൽ ആയിരിക്കും? a t² ഈക്വൽ ആയിരിക്കും. ഇവിടെ തന്നെ എടുക്കാൻ പോവാണ് ഞാൻ, ഇൻടു t². ഞാൻ ഇപ്പുറത്തെ എന്തായിട്ട് മാറും, ബൈ t² അല്ലേ. സോ ഡയമെൻഷൻ ഓഫ് വെലോസിറ്റി എന്ന് പറഞ്ഞാലാണ് LT⁻⁻1 ആണ്. ഡിവൈഡഡ് ബൈ t² എന്ന് പറഞ്ഞാൽ ടൈമിന്റെ സ്ക്വയർ അല്ലേ. ആ ടൈമിന്റെ സ്ക്വയർ താഴേക്ക് വന്നിട്ടുണ്ട്. ഈക്വൽ ടു നമുക്ക് എന്ത് പറയാം, ഡയമെൻഷൻ ഓഫ് എ എന്ന് പറയാം. ഡയമെൻഷൻ ഓഫ് എ കിട്ടിയല്ലോ.
കിട്ടിയല്ലോ. അപ്പൊ ഡയമെൻഷൻ ഓഫ് എ എന്താണ്? ഇത് ചെയ്താൽ നമുക്ക് കിട്ടും അല്ലെ. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? ഈ ടി സ്ക്വയറിനെ മുകളിലേക്ക് എടുത്തു കഴിഞ്ഞാൽ മാറും ടി റേസ് ടു -2 ആ. ടി റേസ് ടു -2 ടി റേസ് ടു -1 എന്തായിട്ട് മാറും? ടി റേസ് ടു -3 ആയിട്ട് മാറി. സോ ഡയമെൻഷൻ ഓഫ് എ എന്ന് പറഞ്ഞാൽ എന്താണ് വരിക? എൽ ടി റേസ് ടു -3 എന്ന് നമുക്ക് കിട്ടും. അപ്പൊ ഒരാളുടെ ഡയമെൻഷൻ ആയി അല്ലെ. ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാം? രണ്ടാമത്തെ ആൾ കിട്ടാൻ നമുക്ക് എന്ത് ചെയ്യാം? ഇതേ സംഭവം, ഇതേ പ്രോസസ് നമുക്ക് എന്ത് ചെയ്യാം? രണ്ടാമത്തെ ടേമിൽ ഈക്വേറ്റ് ചെയ്യാം. എന്ന് വെച്ചാൽ വെലോസിറ്റിയുടെ ഡയമെൻഷൻ എന്തിന്റെ ഡയമെൻഷനും ഈക്വൽ ആയിരിക്കണം. ബി ടി എന്ന് പറഞ്ഞ ആളുടെ ഡയമെൻഷനും എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. ഇനി ബിന്റെ ഡയമെൻഷൻ നമ്മൾ എന്ത് ചെയ്യണം? ഇൻറ്റു ടി ഞാൻ ഇപ്പുറത്ത് എടുക്കുന്നു, ബൈ ടി ആയിട്ട് മാറി. വെലോസിറ്റിയുടെ ഡയമെൻഷൻ എന്താണ്? എൽ ടി റേസ് ടു -1 ആണ് അല്ലെ. ബൈ എന്ത് വരും? ടി എന്ന് വരും അല്ലെ. ഈ ബൈ ടി എന്ന് പറഞ്ഞാൽ ടി റേസ് ടു 1 മുകളിലേക്ക് പോകുമ്പോൾ ടി റേസ് ടു -1 ആവും അല്ലെ. അത് എന്തിന് ഈക്വൽ ആയിരിക്കും? ഡയമെൻഷൻ ഓഫ് ബി ഈക്വൽ ആയിരിക്കും. സോ ഡയമെൻഷൻ ഓഫ് ബി എന്ന് പറഞ്ഞാൽ ആരാണ്? മുകളിൽ എൽ ഓൾറെഡി ഉണ്ട്, ടി റേസ് ടു -1 ഓൾറെഡി ഉണ്ട്, താഴെ വരുന്ന ടി റേസ് ടു 1 മുകളിൽ എത്തുമ്പോൾ ടി റേസ് ടു -1 ആയി. അപ്പൊ ടി റേസ് ടു -2 ആയി അല്ലെ. സോ എൽ ടി റേസ് ടു -2 എന്ന് കിട്ടി. അപ്പൊ ബിയും കിട്ടിയല്ലോ. ഈ ലാസ്റ്റ് ഫൈനൽ ആരാളുള്ളത്? വെലോസിറ്റിയുടെ ഡയമെൻഷൻ എന്തിന് ഈക്വൽ ആയിരിക്കണം? സിക്ക് ഈക്വൽ ആയിരിക്കണം. സിന്റെ കൂടെ ആരുമില്ല. സോ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എന്ത് പറയാം? ഡയമെൻഷൻ ഓഫ് സി എന്തിന് ഈക്വൽ ആണ്? വെലോസിറ്റിയുടെ ഡയമെൻഷൻ എന്താണ്? ഈക്വൽ ആയിരിക്കും. അപ്പൊ മൂന്നാളുടെ ഡയമെൻഷൻ നമ്മൾ എന്ത് ചെയ്തു? ഫസ്റ്റത്തെ ഡെഫിനിഷൻ വെച്ച് നമ്മൾ ചെയ്തു. ശരിയല്ലേ? സെറ്റ് അല്ലേ? അതിൽ വേറെ കൺഫ്യൂഷനും കാര്യങ്ങളൊന്നുമില്ലോ. ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാം? ഇങ്ങനെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാം? സിമ്പിൾ ആയിട്ട് ചേർക്കാം. റെഡി ആണല്ലോ? യെസ്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കി. വാട്ട് ഈസ് ദ ഡയമെൻഷൻസ് ഓഫ് എ ആൻഡ് ബി? നമ്മൾ നേരത്തെ പോലെ ഇത് ചെയ്യുകയാണെങ്കിൽ ഒരു ഭയങ്കര ലെങ്തി പ്രോസസ് ആയിട്ട് മാറും. അത്രയൊന്നും നമുക്ക് വേണ്ട ആവശ്യമില്ല. സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞില്ല, ഇത് നമുക്ക് ബൈ ലുക്ക് നമുക്ക് എന്ത് ചെയ്യാം? ചേർക്കാന്നുള്ളൂ. ബൈ ലുക്ക്. രണ്ടാമത്തെ ഡെഫിനിഷൻ അല്ലെ. നമുക്ക് ഏതൊരു ക്വാണ്ടിറ്റീസിനെയും ആഡ് ചെയ്യാം, സബ്ട്രാക്ട് ചെയ്യാം. പക്ഷെ എന്തിനു മാത്രം? ഒരേ ഡയമെൻഷൻസ് ഷെയർ ചെയ്യുന്ന അല്ലെ ഒരേ ക്വാണ്ടിറ്റീസിനെ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ആഡ് ചെയ്യാനോ സബ്ട്രാക്ട് ചെയ്യാനോ പറ്റുള്ളൂ. ഇതാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്ന ആ ഒരു കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ അല്ലെ. ഇവിടെ നോക്കിയേ, അപ്പൊ നമ്മുടെ വാണ്ടർ വാൾസ് ഇക്വേഷൻ നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല, പക്ഷെ നിങ്ങൾ അറിഞ്ഞു വെച്ചു. വാണ്ടർ വാൾസ് ഇക്വേഷൻ അല്ലെ, പി പ്ലസ് എ ബൈ ബി സ്ക്വയർ ഇൻറ്റു ബി മൈനസ് ബി ഈക്വൽ ടു എന്താണ്? NRT ആണ്. പി വി ഈക്വൽ ടു NRT നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും അല്ലെ. അപ്പൊ അതിന്റെ ഒരു വേരിയേഷൻ ആണ്. ഓക്കെ, സോ പി പ്ലസ് എ ബൈ ബി സ്ക്വയർ ഇൻറ്റു വി മൈനസ് ബി ഈക്വൽ ടു NRT ആണ് അല്ലെ. ഇവിടെ പി എന്ന് പറഞ്ഞ പ്രഷർ ആണ്, എ ബി ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഇവിടെ ഞാൻ ക്യാപിറ്റൽ എ ബി ആണ് കൊടുത്ത്, ഇവിടെ സ്മോൾ എ ബി ആണ് ഇക്വേഷൻ ഉള്ളത്. ഓക്കെ, അത് പോട്ടെ. ഓക്കെ, ഈ വി എന്ന് പറഞ്ഞ ആരാണ്? വോള്യം ആണ്. ഇതും വോള്യം ആണ് അല്ലെ. RT എന്ന് അറിയാം. എന്താണ്? നമ്പർ ഓഫ് മോൾസ് ആണ്. R എന്ന് വെച്ചാൽ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് ആണ്. T എന്ന് ടെമ്പറേച്ചർ ആണ്. അവിടെ നിൽക്കട്ടെ, നമുക്കിവിടെ എന്റെയും ബിന്റെയും ആണ് കണ്ടുപിടിക്കേണ്ടത്. അതിന് എന്തൊന്നും ഈ പറഞ്ഞ ഈ റൈറ്റ് ആൻസർ ആരും ആവശ്യം നമുക്കില്ല. ഒറ്റ കാര്യം നോക്കിയാൽ മതി അല്ലെ. ഇവിടെ ഒരൊറ്റ സ്റ്റെപ്പിന് അല്ലെങ്കിൽ ഒരൊറ്റ ബൈ ലുക്കിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന ആരെ അറിയൂ? ബി ആ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വി മൈനസ് ബി ആ. നോക്കിയേ, ഇവിടെ ബി എന്ന് പറഞ്ഞ ആള് നമ്മൾ എന്തിൽ നിന്നോ ഒന്ന് മൈനസ് ചെയ്യണം അല്ലെ, സബ്ട്രാക്ട് ചെയ്യാം. ഞാൻ ഓൾറെഡി പറഞ്ഞു, ഒരാളെ സബ്ട്രാക്ട് ചെയ്യണമെങ്കിൽ ആരെ സബ്ട്രാക്ട് ചെയ്യാൻ പറ്റുള്ളൂ? സെയിം ക്വാണ്ടിറ്റീസിനെ മാത്രമേ സബ്ട്രാക്ട് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ. ബി എന്ന് പറഞ്ഞാൽ നമ്മൾ വോള്യൂമായിട്ടല്ല സബ്ട്രാക്ട് ചെയ്യുന്നത്. വോള്യൂമായിട്ട് ഒരാളെ സബ്ട്രാക്ട് ചെയ്യണമെങ്കിൽ അത് ആരായേ പറ്റുള്ളൂ? വോള്യൂമായേ പറ്റുള്ളൂ. സെയിം ക്വാണ്ടിറ്റി, സെയിം ഡയമെൻഷൻസ് ഷെയർ ചെയ്യുന്ന ക്വാണ്ടിറ്റീസിനെ മാത്രമേ നമുക്ക് ഇക്വേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ സബ്ട്രാക്ട് ചെയ്യാൻ അല്ലെങ്കിൽ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതാണ് നമ്മളുടെ എന്ത് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റിയുടെ റിയൽ ഫേസ് എന്ന് പറഞ്ഞാൽ അല്ലെ. അപ്പൊ നമ്മൾ ഓക്കെ, ഈ ബിയിൽ നിന്ന് ബി ഞാൻ മൈനസ് ചെയ്തു. ബി എന്ന് പറഞ്ഞാൽ വോള്യ, അപ്പൊ ബി എന്തായേ പറ്റുള്ളൂ? വോള്യമായേ പറ്റുള്ളൂ. അപ്പൊ ഡയമെൻഷൻ ഓഫ് ബി നമുക്ക് ആ ബൈ ലുക്കിൽ തന്നെ നമുക്ക് കിട്ടിയല്ല. എന്താണ്? വോള്യത്തിന്റെ ഡയമെൻഷൻ ഈക്വൽ ആയിരിക്കും. എന്താണ് വോള്യത്തിന്റെ ഡയമെൻഷൻ? L³ ആണ്. ക്ലിയർ കട്ട്. ആൻസർ ആയി മക്കളെ, ആൻസർ ആയി. സിമ്പിൾ, ഇത്ര സിമ്പിൾ ആണ്, വളരെ സിമ്പിൾ. അടുത്ത് നമുക്ക് നോക്കാം. അടുത്ത് നോക്കിയതാ പി പ്ലസ് എ ബൈ വി സ്ക്വയർ അല്ലെ. എ ബൈ വി സ്ക്വയർ, പി പ്ലസ് എ ബൈ വി സ്ക്വയർ. പി എന്ന് പറഞ്ഞാൽ പ്രഷറാ. ഈ പ്രഷറിനെ നമ്മൾ എന്തോ ഒരാളുമായിട്ട് എ ബൈ വി സ്ക്വയർ എന്ന് പറഞ്ഞ ആളുമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ആഡ് ചെയ്യുന്നുണ്ട്. എടാ, പ്രഷറിന് ഒരാളുമായിട്ട് നമ്മൾ ആഡ് ചെയ്യുകയാണെങ്കിൽ, പ്രഷറിന് നമ്മൾ ഒരാളുമായിട്ട് ആഡ് ചെയ്യുകയാണെങ്കിൽ അത് ആരുമായിട്ടേ പറ്റുള്ളൂ? പ്രഷറുമായിട്ടേ പറ്റുള്ളൂ. അപ്പൊ എന്ന് വെച്ചാൽ ഈ എ ബൈ വി സ്ക്വയർ എന്ന് പറഞ്ഞ എൻ്റെ ഒരാള് എന്തിന് ഈക്വൽ ആയിരിക്കും? പ്രഷറിന്റെ ഡയമെൻഷൻ ഈക്വൽ ആയേ പറ്റുള്ളൂ അല്ലെ. അപ്പൊ നോക്കിയതാ, ഡയമെൻഷൻ ഓഫ് എ ബൈ വി സ്ക്വയർ എന്ന് പറഞ്ഞ ഈ ചങ്ങായി എന്തിന്റെ ഡയമെൻഷൻ ഈക്വൽ ആയേ പറ്റുള്ളൂ? പ്രഷറിന്റെ ഡയമെൻഷൻ ഈക്വൽ ആവണം. കാരണം ഈക്വൽ ഡയമെൻഷൻ ഷെയർ ചെയ്യുന്ന ആളെ മാത്രമേ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ.
കിട്ടിയോ? പോയിന്റ് നിങ്ങൾക്ക് കിട്ടില്ലേ? അത് മതി. ഓക്കെ, അപ്പോൾ നോക്കിയോ, a by v സ്ക്വയർ നമുക്ക് a അല്ല കണ്ടുപിടിക്കേണ്ടത്. ഈ ബൈ v സ്ക്വയർ അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്തായിട്ട് മാറും? ഇൻറ്റു v സ്ക്വയർ ആണ് അല്ലെ? ഇൻറ്റു v സ്ക്വയർ ആണ്. സോ എയുടെ ഡയമെൻഷൻ എന്ന് വെച്ചാൽ എന്താണ് വരിക? പ്രഷറിന്റെ ഡയമെൻഷൻ അല്ലെ? എന്താണ് പ്രഷറിന്റെ ഡയമെൻഷൻ എന്ന് വെച്ചാൽ എന്താണ്? യെസ്, m l raised to -1 t raised to -2. ഇതാണ് പ്രഷർ ഡയമെൻഷൻ. നിങ്ങൾ എല്ലാ ഡയമെൻഷൻ നിങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ടാന്ന് വിശ്വസിക്കുകയാണ് അല്ലെ? ml raised to -1 t raised to -2 ആണ് അല്ലെ? ഇൻറ്റു ഇവിടുന്ന് ആര് പോയിട്ടുണ്ട്? v സ്ക്വയർ അല്ലെ? എന്താ ഈ v സ്ക്വയർ എന്ന് പറഞ്ഞാൽ? v എന്ന് പറഞ്ഞാൽ വോളിയം ആണ്. വോളിയത്തിന്റെ ഡയമെൻഷൻ എന്താ? l ക്യൂബ്. അപ്പൊ l ക്യൂബിന്റെ ഹോൾ സ്ക്വയർ എന്തായിട്ട് മാറും? l raised to 6 ആയിട്ട് മാറും അല്ലെ? സോ l raised to 6 ഇവിടെ ഉണ്ട്. നോക്കിയേ, l raised to 6 ഉം l raised to -1 ഉം അല്ലെ? അപ്പൊ 6 - 1 എന്തായിട്ട് മാറും? 5 ആയിട്ട് മാറും. സോ നമുക്ക് ഡയമെൻഷൻ എന്ത് കിട്ടി? m l raised to 5 t raised to -2. ഇതായിരിക്കും നമ്മളുടെ ബിയുടെ ഡയമെൻഷൻ വരിക. സോ എയുടെ ഡയമെൻഷനുമായി ബിയുടെ ഡയമെൻഷനുമായി. സിമ്പിൾ അല്ലേ? വളരെ 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 സിമ്പിൾ ആയിട്ട് നമ്മൾ എന്ത് ചെയ്തെടുത്തു അല്ലെ? ഇയാളുടെ അതിന്റെ ആവശ്യമല്ല, ലൈറ്റൻസിന്റെ ഒറ്റയാളുടെ ആവശ്യം നമുക്കൊന്നുമില്ല. അപ്പൊ ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാം? ഈ രണ്ട് കോൺസെപ്റ്റ് നമുക്ക് അറിയാമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? സിമ്പിൾ ആയിട്ട് ഈ ഒരു ചാപ്റ്ററിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാം? സിമ്പിൾ ആയിട്ട് ചെയ്തെടുക്കാം. കത്തിയിലെ സാധനം കോൺസെപ്റ്റ് കിട്ടില്ല, അത് മതി. ഓക്കെ, ഇനി നമ്മൾ പോകാൻ പോകുന്ന അടുത്തൊരു ചാപ്റ്റർ ആണല്ലേ? അടുത്തൊരു ചാപ്റ്റർ ഏതാ നമ്മളെ? യെസ്, നമ്മുടെ മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിന്റെ അകത്ത് നിങ്ങൾക്ക് ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി, ഇൻസ്റ്റന്റേനിയസ് ആക്സിലറേഷൻ എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റ് ഉണ്ട് അല്ലേ? തിയറി നിങ്ങൾ പക്കയായിരിക്കും. തിയറി നിങ്ങൾക്ക് അറിയാം അല്ലെ? എന്താണ് ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി ഇക്വേഷൻ? നിങ്ങൾ എല്ലാവരും പഠിച്ചിട്ടുണ്ടാവും. എന്താണ്? dx by dt ആണ്. നിങ്ങൾ എല്ലാവരും പഠിച്ചു വെച്ചാണ്, ഒരു സംശയം വേണ്ട. v അല്ലെ? ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി ഇക്വേഷൻ എന്താണ്? dx by dt ആണ്. ഇൻസ്റ്റന്റേനിയസ് ആക്സിലറേഷൻ ഇക്വേഷൻ എന്താണ്? dv by dt ആണ്. ഇനി നിങ്ങൾ ഒരു കാര്യം കൂടി പഠിച്ചു വെച്ചിട്ടുണ്ടാവും. എന്താണ് സാറേ d by dt എന്ന് പറഞ്ഞാൽ? എന്താണ് സാറേ? ഡിഫറൻസിയേഷൻ വിത്ത് റെസ്പെക്ട് ടു ടൈം. ഡിഫറൻസിയേഷൻ വിത്ത് റെസ്പെക്ട് ടു ടൈം അല്ലെ? ഇത് നമുക്ക് ചെയ്യണം. ചില ക്വസ്റ്റ്യൻസ് അല്ലെ, വളരെ റെയർ ആയിട്ടാണെങ്കിൽ കൂടി അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചോദിക്കാറുണ്ട്. ഓക്കെ, അതുകൊണ്ട് മാത്രമാണ് കറക്റ്റ് ആയിട്ട് ഇവിടെ ശ്രദ്ധിച്ചിരിക്കുക. ബേസിക് നിങ്ങൾക്കറിയാം, ഇത് നിങ്ങൾ ഈ ഡിഫറൻസിയേഷൻ എന്ന് പറഞ്ഞ ആ ഒരു കംപ്ലീറ്റ് പ്രോസസ്സ് നിങ്ങൾ പഠിക്കുന്നത് +2 മാത്സിലാണ്. പക്ഷെ നിങ്ങൾക്ക് ഈ ഒരു ഡിഫറൻസിയേഷൻ ഇവിടെ ഫിസിക്സിൽ നമുക്ക് എന്തുണ്ട്? അതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ട് മാത്രം, അല്ലെങ്കിൽ അതിന്റെ ഒരു ബേസിക് ഫോം മാത്രം നമ്മൾക്ക് ഇവിടെ ആവശ്യമുണ്ട്. അതുകൊണ്ട് മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ഒരു സാധനം ഇവിടെ പറയുന്നത്. കറക്റ്റ് ആയിട്ട് ശ്രദ്ധിച്ചു നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യമാണ്, ഉറപ്പായിട്ട് നിങ്ങൾക്ക് ആവശ്യമാണ്. ഓക്കെ, സോ ഈ രണ്ട് ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം. എന്താണ് സാർ ഡിഫറൻസിയേഷൻ? എങ്ങനെ ഡിഫറൻസിയേഷൻ ചെയ്യാം? ആ ഡിഫറൻസിയേഷന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഫോർമുല ഇവിടെ എഴുതാൻ പോവാണ്. d by dx of x raised to n equal to nx raised to n minus 1. ഇത് അങ്ങോട്ട് പഠിച്ചു വെച്ചോളാം. ഏത് ഉറക്കത്ത് ചോദിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ഒരു സംഭവം നിങ്ങൾക്ക് പറയാൻ പറ്റണം. ഈ ഒരു ഇക്വേഷൻ പഠിച്ചു. ഇതാണ് നമ്മുടെ ഡിഫറൻസിയേഷന്റെ ഏറ്റവും വെരി ബേസിക് ഫോം. d by dx of x raised to n equal to എന്താണ്? nx raised to n minus 1. അത് അറിഞ്ഞാൽ മതി. ഓക്കെ, അങ്ങനെയാണ് സാർ ചോദിക്കട്ടെ. ഒരൊറ്റ എക്സാമ്പിൾ ആയിട്ട് തന്നെ ചോദിക്കാം. നോക്കണേ, അവിടെ എക്സാമ്പിൾ ആയിട്ട് തന്നെ നമുക്ക് എഴുതി പോകാം. അവിടെ നോക്കിയ മക്കളെ, യെസ്, d by dx of d by dx of x raised to 5 എന്ന് പറഞ്ഞ എന്താ പറഞ്ഞേ? d by dx of x raised to 5. നോക്കിയോ മക്കളെ, d by dx but d by dx ലെ x ഇവിടെ ഉണ്ടല്ലേ? ഈ n ന്റെ പൊസിഷനിൽ നമുക്ക് ഇവിടെ ആരുണ്ട്? 5 ഉണ്ട് അല്ലെ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? n ഒക്കെ 5 ആക്കി മാറ്റാം. സോ nx raised to n minus 1 അല്ലെ? സോ 5x raised to 5 minus 1. എന്താ ഈ 5 minus 1? 4 അല്ലേ? സോ 5x raised to 4. ഇതായിരിക്കും ഈ x raised to 5 ന്റെ ഡിഫറൻസിയേഷൻ. വളരെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. അടുത്തൊന്ന് നോക്കുക, d by dx of x raised to 10. എന്താണ് d by dx of x raised to 10 എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ n ന്റെ പൊസിഷനിൽ 10 ആണല്ലോ സാറേ. അങ്ങനെയാണ് സാറേ 10x raised to 10 minus 1 അല്ലേ? എന്താ 10 minus 1? 9 ആണ്. 10x raised to 9 കിട്ടി. അടിപൊളിയല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഒന്നുകൂടെ ചെയ്യാം. നോക്കണേ, അങ്ങനെയാണ് ഒന്നുകൂടെ ചെയ്യാം. ഓക്കെ, ഇവിടെ നോക്കിയോ, d by dx of 2x raised to 5 ഇങ്ങനെ വന്നാൽ എന്ത് ചെയ്യും സാർ? ഇവിടെ ഒരു പ്രശ്നം ഉണ്ടല്ലോ. നമുക്ക് ആദ്യം നമ്മുടെ ജനറൽ ഫോമിൽ തന്നെ x raised to n ഫോമിൽ മാത്രം. പക്ഷെ ഇവിടെ x-ന്റെ കൂടെ ഒരാളുടെ 2, അത് കോൺസ്റ്റന്റ് അല്ലേ? അങ്ങനെ ഒരു കോൺസ്റ്റന്റ് വരികയാണെങ്കിൽ ആ കോൺസ്റ്റന്റ് നിങ്ങൾ എന്ത് ചെയ്യുന്ന അറിയാം? പിടിച്ച് പുറത്തേക്ക് ഇടുക. ആ കോൺസ്റ്റന്റ് നിങ്ങൾ എന്ത് ചെയ്യുക? പിടിച്ച് പുറത്തേക്ക് ഇട്ടുള്ള. അപ്പൊ 2 പുറത്ത് ചാടി. അപ്പൊ 2 പുറത്ത് ചാടിയ ബാക്കി ഇവിടെ ആരുണ്ടാവും? d by dx of x raised to 5 ഉണ്ടാവും. ഇനി നിങ്ങൾ ചെയ്യാലോ, സിമ്പിൾ ആയിട്ട് ചെയ്യാം. ആ 2 വടന്നോട്ടെ, ആർക്കും ഒരു ഉപദ്രവവും ഇല്ല അല്ലെ? x raised to 5 ന്റെ ഡിഫറൻസിയേഷൻ എന്താ? n എന്ന് വെച്ചാൽ എന്താണ് വരിക? 5. x raised to 5 minus 1 4. ഇവിടെ ഓക്കെ, 2 into 5 എന്താ? 10 ആ. സോ നമുക്ക് എന്ത് കിട്ടി? 10x raised to 4 എന്ന് വന്നു. 10x raised to 4.
റെഡി ആണല്ലോ? 10x⁴ എന്ന് വന്നു. റെഡി, സെറ്റ് അല്ലേ? അപ്പോ കോൺസ്റ്റന്റ് വന്നു കഴിഞ്ഞാൽ, കോൺസ്റ്റന്റും വേരിയബിളും ഇതേപോലെ ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ആ കോൺസ്റ്റന്റിനെ പിടിച്ച് പുറത്തേക്ക് ഇടണം. എന്ന് വെച്ചാൽ ജനറൽ ഫോമിൽ എഴുതാൻ പോവാണ് d/dx ഓഫ് kx⁻n ആണ് വന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? k നെ പുറത്തേക്ക് എടുത്തിടുന്നു, ബാക്കി x⁻n ഡിഫറൻസിയേഷൻ x⁻n-1. ഇതായിരിക്കണം നിങ്ങൾ അവിടെ യൂസ് ചെയ്യുന്ന ജനറൽ ഫോർമുല എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇവിടെ എന്താ സംഭവിക്കുന്നത്? കോൺസ്റ്റന്റിന്റെ കൂടെ ആരുണ്ട്? വേരിയബിൾ ഉണ്ട്. കോൺസ്റ്റന്റിന്റെ കൂടെ ആരുണ്ട്? വേരിയബിൾ ഉണ്ട്. ഇനി വേരിയബിൾ ഇല്ലാതെ കോൺസ്റ്റന്റ് മാത്രമായിട്ട് വിചാരിച്ചോ. ഓക്കെ, ഇതാ ഇങ്ങനെ k d/dx ഓഫ് k, അതെന്തായിരിക്കും? 0 ആയിരിക്കും വരിക. 0 0 0. അപ്പൊ വേരിയബിൾ ഇല്ലാതെ കോൺസ്റ്റന്റ് മാത്രമാണ് വരുന്നതെങ്കിൽ ഡിഫറൻസിയേഷൻ എപ്പോഴും എന്തായിരിക്കും? 0. എക്സാമ്പിൾ നമുക്ക് നോക്കാം. എക്സാമ്പിൾ എഴുതാണ് നമുക്ക് എന്ത് പറയാൻ നോക്കി? എക്സാമ്പിൾ അല്ലെ, എക്സാമ്പിൾ d/dt ഓഫ് 2. 0 നോക്കണ്ട, കാരണം 2 എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് ആണ്, കോൺസ്റ്റന്റ് മാത്രമേ ഉള്ളൂ, വേരിയബിൾ ഇല്ല. ഇതേപോലെയാണ് വരുന്നതെങ്കിൽ നമുക്ക് എന്ത് പറയാം? അവിടെ 0 ആയിരിക്കും ഡിഫറൻസിയേഷൻ വരുന്നുണ്ടാവുക. അപ്പൊ ഇത്രയും 3 കാര്യങ്ങൾ അല്ലേ സാർ ഇവിടെ പറഞ്ഞിട്ടുള്ളത്? ഈ ഒരാൾ അല്ലെ ബേസിക് ഫോർമുല, ഈ ജനറൽ ഫോർമുല പഠിച്ചു വെക്കുക, അതേപോലെ ഈ 2 ആളെയും പഠിച്ചു വെക്കുക. ഇത് മതി നിങ്ങൾക്ക് തൽക്കാലത്തേക്ക് നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ ഈ 3 ആൾക്കാർ മാത്രം മതി. റെഡി ആണല്ലോ? അങ്ങനെയാണെങ്കിൽ സാർ ഒരു ക്വസ്റ്റ്യൻ അവിടെ കൊടുത്തിട്ട് നോക്കിയത്, അവിടെ find the velocity of a body at t equal to 2 seconds. രണ്ടാമത്തെ സെക്കൻഡിൽ ആ ബോഡിയുടെ വെലോസിറ്റി കണ്ടുപിടിക്കണം. എന്ന് വെച്ചാൽ ആ പെർട്ടിക്കുലർ ഇൻസ്റ്റന്റ് ഓഫ് ടൈമിൽ ആ ബോഡിയുടെ വെലോസിറ്റി കണ്ടുപിടിക്കാനാണ് ചോദിച്ചിട്ടുള്ളത്. അതിനാണ് നമ്മൾ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി എന്ന് പറയാ. എന്താ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി ഇക്വേഷൻ സാറേ? എന്താണ് ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി ഇക്വേഷൻ സാറേ? dx/dt. ഇത് ചെയ്യാം അല്ലെ? ആ t എത്രയാണ്? 2 സെക്കൻഡിലാ. ഇഫ് ദ പൊസിഷൻ ഈസ് ഗിവൺ ബൈ, ആ ബോഡിയുടെ പൊസിഷൻ ദാ ഇങ്ങനെയാണ്, t² + 3t തന്നിട്ടുണ്ട് നമുക്ക് അല്ലെ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നോക്കിയോ, x = t² + 3t തന്ന സ്ഥിതിക്ക് നമുക്ക് ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി ഇക്വേഷൻ അറിയാം. d/dt ഓഫ് x അല്ലേ? നേരെ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ d/dt എന്ന് പറഞ്ഞാൽ ഡിഫറൻസിയേഷൻ ആണ്. x എന്ന് പറഞ്ഞാൽ ആരാ? t² + 3t അല്ലെ? t² + 3t. ഒന്നുമില്ല, ഞാൻ എക്സിന്റെ പകരം എന്താ t² + 3t കൊടുത്തു. ഇനി നമ്മൾ ചെയ്യാൻ പോകണമെന്ന് നോക്കിയോ, d/dt ഓഫ് t² + 3t. ഞാൻ ഈ ബ്രാക്കറ്റ് അങ്ങോട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ ഈ ഡിഫറൻസിയേഷൻ ആ 2 ആൾക്കുള്ളതല്ലേ? എന്ന് വെച്ചാൽ d/dt ഓഫ് t² എന്നും വരും, പ്ലസ് d/dt ഓഫ് 3t എന്നും വരും. നമ്മളെ കയ്യിൽ ജനറൽ ഫോർമുല ഉണ്ട്. എന്താ ഡിഫറൻസിയേഷന്റെ ജനറൽ ഫോർമുല? എന്താ? d/dx ഓഫ് x⁻n = nx⁻n-1 ആണ്. ഇത് നമുക്ക് എല്ലാവർക്കും അറിയാലോ, പഠിച്ചു വെച്ചുള്ള ഏത് ഉറക്കത്ത് ചോദിക്കുമ്പോഴും പറയാൻ പറ്റണം. ഓക്കെ, d/dx ഓഫ് x⁻n = എന്താണ്? nx⁻n-1 ആണ്. അതേപോലെ നമ്മൾ ചെയ്യാൻ പോകണം നോക്കിയോ, d/dt ഓഫ് t². അവിടെ x ഉണ്ട്, ഇവിടെ നമുക്ക് t ഉണ്ട്. അവിടെ x ഉണ്ട്, ഇവിടെ d ഉണ്ട്. അപ്പൊ ഇവിടെ ഡിഫറൻസിയേഷൻ വിത്ത് റെസ്പെക്ട് ടു ടൈമാ, അവിടെ ഡിഫറൻസിയേഷൻ വിത്ത് റെസ്പെക്ട് ടു x ആ. ആ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ആലോചിച്ചോ, d/dt ഓഫ് t². അവിടെ എക്സിന്റെ പകരം എന്തൊക്കെ ഉണ്ടോ അതൊക്കെ ഇവിടെ t ആണ്. പ്രശ്നമില്ല, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഓക്കെ, അപ്പൊ അതേപോലെ ഇയാളങ്ങ് ചെയ്തോളാം. എന്താണ്? d/dt ഓഫ് t². എന്തെങ്കിലും nx⁻n-1 അല്ലേ? ഇവിടെ n ആരാ? 2 ആണ്. സോ 2t⁻2 - 1 ആണ്, പ്ലസ് d/dt ഓഫ് 3t. എന്താ സാറേ d/dt ഓഫ് 3t? എന്താ? 3 കോൺസ്റ്റന്റ് അല്ലേ? അപ്പൊ കോൺസ്റ്റന്റും വേരിയബിളും വന്ന് നമ്മൾ കോൺസ്റ്റന്റിനെ പുറത്തേക്ക് എടുക്കൂലേ? അപ്പൊ 3നെ പുറത്തേക്ക് എടുത്തു, 3നെ കൊണ്ട് പുറത്തേക്ക് എടുത്തു. ഇനി d/dt ഓഫ് t അല്ലേ? എന്താ t എന്ന് പറഞ്ഞാൽ ആരാ? വെറും t എന്ന് പറഞ്ഞാൽ t⁻1. അപ്പൊ d/dt ഡിഫറൻസിയേഷൻ ഓഫ് t⁻1 1t⁻1 - 1 അല്ലെ? എന്താ ഈ 1t⁻1 - 1 0 അല്ലെ? ഈ എന്ത് റേഷ്യോ 0 എന്താ വരിക? 1 ആയി വരിക അല്ലെ? എനിത്തിങ് റേഷ്യോ 0 എന്താ വരിക? 1 ആണ് വരിക അല്ലെ? അപ്പൊ ഈ ഒരു ഭാഗം 1 × 1 എന്ന് പറഞ്ഞ ഈ ഫുൾ പോർഷൻ എന്തായിട്ട് മാറി? 1 ആയിട്ട് മാറി. സോ 3 × 1 എന്താ വരിക? 3 ആണ് വരിക. അപ്പൊ നമുക്ക് കിട്ടിയല്ലോ വെലോസിറ്റി എന്താന്ന് കിട്ടിയല്ലോ. എന്ത് കിട്ടി നമുക്ക്? വെലോസിറ്റി ഇക്വേഷൻ എന്താ കിട്ടിയത്? 2t + 3 എന്ന് കിട്ടി. കണ്ടോ? പൊസിഷന്റെ ഇക്വേഷൻ നമ്മൾ തന്നു, നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? വെലോസിറ്റി ഇക്വേഷൻ കണ്ടുപിടിച്ചു. ഇവിടേക്കാണ് നമ്മൾ എന്ത് കൊടുക്കേണ്ടത്? ടൈമിന്റെ വാല്യൂ 2 കൊടുക്കേണ്ടത്. അപ്പൊ നിങ്ങൾക്ക് അവിടുത്തെ വെലോസിറ്റി കിട്ടും അല്ലെ? അപ്പൊ നേരെ നിങ്ങൾ എന്ത് ചെയ്യുക? വെലോസിറ്റിന്റെ ഇക്വേഷൻ കിട്ടിയ സ്ഥിതിക്ക് നേരെ നിങ്ങൾ എന്ത് ചെയ്യുക? വെലോസിറ്റി കണ്ടുപിടിച്ചോളാം. എത്ര സെക്കൻഡിലാ? 2 സെക്കൻഡ് അല്ലേ? അപ്പൊ 2 × 2 എന്ത് വരും? 2 × 2 + 3. എന്താ 2 × 2?
4+3 അല്ലെ? എന്താ 4+3 എന്താണ്? 7 മീറ്റർ പെർ സെക്കൻഡ് അല്ലെ? മീറ്റർ പെർ സെക്കൻഡ്. ഇതായിരിക്കും അവിടുത്തെ വെലോസിറ്റി അല്ലെ? ഇങ്ങനെയാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കേണ്ടത്? ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ അല്ലേ? അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ 2 ചാപ്റ്ററിലെ ന്യൂമറിക്കൽസ് ഹാൻഡിൽ ചെയ്യാൻ നിങ്ങൾക്ക് ആവശ്യമുള്ളത്. നിങ്ങൾക്ക് കുറച്ചുകൂടി ടഫ് ആയിട്ടുള്ള ഭാഗം തോന്നുന്നത് ഇതാണ്. അപ്പൊ 2 കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് മനസ്സിലായി വിചാരിക്കുകയാണ്. ഇതേപോലത്തെ കൂടുതൽ ക്വസ്റ്റ്യൻസ്, ഡിഫറൻസിയേഷൻ ഏരിയയിലുള്ള കൂടുതൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ആവശ്യം, നിങ്ങൾ എന്ത് ചെയ്യുക? തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക? കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യുക. തീർച്ചയായിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അടുത്തൊരു വീഡിയോ അതുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണ്. ഇപ്പൊ പറഞ്ഞ ആ ഒരു കോൺസെപ്റ്റും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് മനസ്സിലായെന്ന് വിശ്വസിക്കുകയാണ്. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. Till then,